എന്തോ ഉണ്ടല്ലോ, പറ. ഉണ്ട്, ശരിയാവൂല. എന്ത് ശരിയാവൂലെന്ന്? ഞാൻ പറഞ്ഞ ശരിയാവൂല. എന്താ? പറ പറ, എന്താ? കോമഡിയാണ്. എന്നാ പിന്നെ പറയാൻ പാടില്ലേ? പക്ഷെ അമ്മ ആ സെൻസിൽ എടുക്കൂല. ആര് പറഞ്ഞ്? അമ്മ എന്തിനാ സെൻസിൽ എടുക്കാത്തത്? അമ്മ എടുക്കൂല. തമാശ. അമ്മ ഒന്ന് പറഞ്ഞ രണ്ടിന് അടി ഉണ്ടായിക്കൊണ്ട് വരും. അത് പഴയ നിന്റെ അമ്മ. ഇപ്പൊ അമ്മ ഭയങ്കരമായിട്ട് മാറി. ഇപ്പൊ നീ എന്ത് പറഞ്ഞാലും അമ്മ ദേഷ്യപ്പെടൂല. നമ്മള് ഹോസ്റ്റലിൽ നിന്ന് വരി വരിയായി ക്യാമ്പസിൽ പോവും, വരി വരിയായി ഹോസ്റ്റലിൽ വരും. അപ്പൊ ഞാനൊരു ദിവസം ഹോസ്റ്റലിൽ രാവിലെ പോവേണേ. അപ്പൊ നല്ല പരിചയമുള്ളൊരു മുഖം. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നാളെ പോവാം, പരിചയമായ മുഖം, പരിചയമായ ഒരു മുഖം. ഇങ്ങനെ പോയ ആരാ? ആരാ? ലല്ലുചേട്ടൻ. ആരാ? ലല്ലുചേട്ടൻ. ലല്ലുവോ? അങ്ങനെ ഹോസ്റ്റലിൽ കയറിപ്പോയി. ഞാൻ ചോദിച്ചോ എന്തിനാ വന്നവിടെ? വൈകിട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു. വൈകിട്ട് ഞാൻ ബസ് കയറി വന്നു. എന്നിട്ട് ബസ് കയറി ബസ് എടുത്തിട്ട് വഴിയിലുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസം വന്നാ? പാവം. എന്നിട്ട് 2ാമത്തെ ദിവസം ഞാൻ പിന്നെ ഒരായ അടിച്ചു. വേറെ ആരെങ്കിലും കണ്ടോ? ആരാ? ലല്ലു അവിടെ നിക്കണത് വേറെ ആരെങ്കിലും കണ്ടോന്ന്? അങ്ങനെ ചുമ്മാ സൈഡിൽ നിന്നല്ലേ. എന്തുകൊണ്ട് കണ്ടില്ല? എന്തുകൊണ്ട് കണ്ടില്ല? അവർക്ക് ലല്ലുചേട്ടനെ അറിയാത്തോണ്ട് അല്ല. അവരൊക്കെ ഹോസ്റ്റല് കഴിഞ്ഞ കോളേജ് കഴിഞ്ഞ ഹോസ്റ്റല്. അല്ലാതെ നീ ഇങ്ങനെ പരതി നടക്കല്ലേ ആരവിടെ ഉള്ളതെന്നുള്ളത്. ഹ്യൂമർ സെൻസിൽ എടുത്ത് ഈ അമ്മേനെ പറഞ്ഞു. അമ്മ ഒരു കാര്യം പറയുമ്പോ അതിന്റെ സെൻസ് എടുക്കണം. പിന്നെ അല്ലാതെ അവള് കൊള്ളാല്ല. അവൻ അവിടെ വന്ന് ചിന്തിക്കാനല്ലോ. ഞാനിവിടെ പോയി കണ്ട പറഞ്ഞു കുറ്റ. ഇനി ഞാൻ ഒരാരെ കണ്ടാലും ഞാൻ പറയും ഒന്നുമല്ല മുത്തേ, നിന്റെ മനസ്സിന് ചാഞ്ചാട്ടം വന്നിട്ടുണ്ട്. ചാഞ്ചാട്ടം ഉണ്ട്. ഒരാള് രാവിലെ തൊട്ട് വൈകിട്ട് വരുന്നു. അത് നീ എന്തിനാ പിന്നെ അവന് കൈപോക്കി കാണിച്ചത്? പിന്നെ ഇത്രയൊന്നും ഞാൻ ക്രൂര. എനിക്കൊരു അലിവ് തോന്നൂലേ? അമ്മ പോലും അങ്ങനെ കാണിച്ചു കൊടുക്കാൻ സുലി ചേച്ചിനെ കാണട്ടെ. എന്റെ പെണ്ണ് ഞാൻ പറയൂല കേട്ടാ.